ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു നൈറ്റ് റൂട്ടീൻ വ്ളോഗുമായിട്ട് എത്തിയിരിക്കുകയാണ്. അതായത് നമ്മൾ കടയിൽ നിന്ന് വന്നതിന് ശേഷമുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ലൈറ്റ് എല്ലാം തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ പിന്നെ അത് നിങ്ങളെ കാണിച്ചിട്ടങ്ങ് പോകാമെന്ന് കരുതി വീഡിയോ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ ഗ്രാമവാസികളുടെ മുഴുവൻ ഒരു വർഷത്തെ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ചുകൊണ്ട് അതാ നമ്മുടെ ഉത്സവം വന്നെത്തിയിരിക്കുകയാണ്. നവംബർ 16 മുതൽ 23 തീയതി വരെയാണ് നമ്മുടെ ഉത്സവം. 23 തീയതിയാണ് നമ്മളുടെ അഷ്ടമി മഹോത്സവം. 17 തീയതി നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ 23 തീയതി അഷ്ടമിയുടെ അന്നാണ് നമ്മുടെ നട തുറക്കുന്നത്. മറ്റുള്ള അമ്പലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ അമ്പലത്തിൽ നടയടപ്പും നട തുറപ്പുമാണ്. അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ പിന്നാലെ വരുന്നതായിരിക്കും. ഇത് ഈ മതിൽ കാണുന്നതാണ് നമ്മുടെ വീട്. അവിടെ ലാൽ കേക്സിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എന്താണ്ട് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ ഭഗവാന്റെ അടുത്തോട്ട് നമുക്ക് എത്താനായിട്ട്. അവിടെ ലൈറ്റുകളെല്ലാം ക്രമീകരിച്ച് തീർന്നിട്ടില്ലായിരുന്നു. ഞാനിനി വോയിസ് കൊടുക്കുന്ന ദിവസം ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയുടെ തുടക്കത്തിൽ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തത് ഇതായിരുന്നു. എന്നാൽ അവിടെ വന്നപ്പോഴേക്കും ലൈറ്റെല്ലാം കണ്ടപ്പോൾ ആ സന്തോഷത്തിൽ നമ്മൾ പിന്നെ അതങ്ങ് ആഡ് ചെയ്യുമായിരുന്നു. നമ്മൾ കടയിൽ പച്ചക്കറി മേടിക്കാൻ കയറിയതാണ്. നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റായ കിക്കി മാർട്ടിൽ ശനിയാഴ്ചയാണ് പച്ചക്കറിക്ക് ഓഫർ വരുന്നത്. നമുക്ക് ശനിയാഴ്ച വരാൻ കഴിഞ്ഞില്ല, ലേറ്റായിട്ടായിരുന്നു കടയിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇന്നാണ് നമുക്ക് വന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് വാങ്ങിക്കാൻ കഴിഞ്ഞത്. പിന്നെ നമ്മൾ വീട്ടിലെത്തി. ആദ്യം ഞാൻ മെഷീനിൽ തുണിയെല്ലാം ഇട്ടതിന് ശേഷമാണ് കിച്ചണിലേക്ക് കയറുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ജോലി തീരുമ്പോഴത്തേക്കും മെഷീനും അതിൻ്റെ ജോലി തീർത്ത് അവിടെ ഇട്ടേക്കും. പിന്നെ കിച്ചണിലേക്ക് വന്നപ്പോഴേക്കും രാവിലെ ഞാൻ ഇന്ന് പാത്രം കഴുകാനോ സ്റ്റൗ തുടയ്ക്കാനോ ഒന്നും പറ്റാതെ ധൃതി പിടിച്ചായിരുന്നു ഓടിപ്പോയത്. അപ്പോൾ പിന്നെ അത് വന്നൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ബാക്കി പണികളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. ഈയിടെയായിട്ട് എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ അയൺ കുറയും, അതേപോലെ D3 കുറയും, അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. വരുമ്പോൾ ഇവർ രണ്ടുപേരുടെ കൂട്ടും കൂടി ഒരുമിച്ച് വരുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. D3 കുറയുമ്പോൾ അറിയാമല്ലോ, നല്ല ഉറക്കമായിരിക്കും. അതിൻ്റെ കൂടെ അയണോടെ കുറയുമ്പോൾ അതിൻ്റേതായിട്ട് അയഡും വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്ക് രാവിലെ കട്ടിലിൽ നിന്ന് പൊങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പം രാവിലെ എണീറ്റ് 5 മണിക്ക് എണീറ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തീർക്കുന്നു. എനിക്കിപ്പോൾ 6 മണിയായാലും കട്ടിലിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ രാത്രി വന്നെല്ലാം പ്രിപ്പയർ ചെയ്തൊക്കെ വെക്കുന്നത് കൊണ്ട് എങ്ങനെയും 6:45 ആകുമ്പോഴത്തേക്ക് കുഞ്ഞിനെ പറഞ്ഞു വിടാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു കുറവും വരുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പാടെ നമ്മുടെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ പാത്രം കഴിവെക്കൽ, സ്റ്റൗ തുടപ്പ്, തുണി കഴിവെക്കൽ ഇതൊക്കെ പിന്നിപ്പം വൈകുന്നേരം വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചങ്ങ് മാറ്റി വയ്ക്കുവേ. ഇനി വരുന്ന 2-3 ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ മരുന്നൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേ അതങ്ങ് നോർമലാവും. എന്നിട്ട് വേണം നമുക്കിനി നമ്മുടെ മോർണിംഗ് റൂട്ടീനൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ നമ്മുടെ പാത്രം കഴിവെക്കലും കഴിഞ്ഞ് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാനായിട്ട് നിന്നത്. ഞാനിങ്ങനെയുള്ള ബോക്സുകളിലാക്കിയാണ് പച്ചക്കറി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. പച്ചക്കറി എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്. എനിക്കിങ്ങനെ ഒരു നിപ്പി നിന്ന് എല്ലാ ജോലിയൊന്നും തീർക്കാൻ പറ്റത്തില്ല. റെസ്റ്റ് എടുത്തെടുത്തേ പറ്റൂ. ഈ ബാക്ക് പെയിനൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഞാൻ കടയിലേക്കുള്ള വാട്സപ്പ് ചെക്ക് ചെയ്യുന്നത്, ഓർഡർ കൺഫേം ചെയ്യുന്നതും, അഡ്രസ്സൊക്കെ എഴുതി വെക്കാനുണ്ടെങ്കിൽ അത് എഴുതി വെക്കുന്നതും എല്ലാം ഈ സമയത്താണ്. അപ്പോഴത്തേക്കും അണ്ണം പിന്നെ നാളത്തേക്കുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെക്കുമായിരുന്നേ. നിച്ചുക്കുട്ടനാണ് വീഡിയോ എടുക്കുന്നത്. രണ്ടുപേരുടെ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നതാണ്. ഇവർ 3 പേരും എന്നെ ഇങ്ങനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒക്കെ ഇടയിലും എനിക്കിങ്ങനെ എല്ലായിടത്തും ഓടിയെത്താൻ കഴിയുന്നത്. ഞാൻ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഓർഡർ കൺഫേം ചെയ്ത് അത്യാവശ്യം അഡ്രസ്സ് എഴുതാനുള്ളതൊക്കെ എഴുതി വയ്ക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ വന്ന് അടുത്ത ദിവസത്തേക്കുള്ള റെസിപ്പി വീഡിയോയും കൂടി എടുത്ത് വയ്ക്കുവാണ്. ഇതിൻ്റെ ഇടയിൽ പിന്നെ ഫുഡൊക്കെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ നിൽക്കാഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമായിരുന്നു എനിക്കിനി നിച്ചുക്കുട്ടൻ്റെ ലഞ്ച് ബോക്സ് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അരി ആട്ടി വെക്കുന്ന കാര്യം ചെറുതായിട്ടൊന്ന് മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ആട്ടി വെക്കാനായിട്ട് വന്നതാണ്. അതുകൊണ്ട് ഈസ്റ്റൊക്കെ ഒന്ന് ഇട്ടിട്ട് പിന്നെ ചെറിയൊരു ടിപ്പ് പറയാം. നമ്മൾ ഈ ലേറ്റായിട്ട് അരി ആട്ടുമ്പോൾ സ്റ്റൗ ഒന്ന് കത്തിച്ച് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ആ ചൂടിലോട്ട് നമ്മുടെ മാവ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് പുളിച്ച് കിട്ടും. ആ മാവ് നല്ലപോലെ പൊങ്ങി വരികയും ചെയ്യും. നല്ലൊരു ടിപ്പാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയേക്കണേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ റെസിപ്പീസുകളും വീഡിയോകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ. ഇനി നമുക്ക് അങ്ങോട്ട് ഉത്സവത്തിൻ്റെ വീഡിയോകളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.